ശ്രീ ജോർജ് ജോസഫ്, അങ്ങേക്ക് ഒരുപക്ഷെ വലിയ സന്തോഷമായി കാണും ഈ ഒരു പുതിയ തീരുമാനത്തിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകളിൽ ഈ 420 ഇനി SIമാരാണ് ഭരിക്കുന്നത്, അവരുടെ കീഴിലാണ്. മുൻപ് അങ്ങനെ ആയിരുന്നു, അത് ഇടക്കാലത്ത് അത് മാറിയെങ്കിലും വീണ്ടും അത് തിരിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ പോലീസ് സ്റ്റേഷൻ പദ്ധതിയിലെ ഈ ഒരു മാറ്റം പൊതുജനങ്ങൾക്കാണെങ്കിലും സേനയ്ക്കുള്ളിലാണെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് വരുത്തുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? അല്ല, ഇതുകൊണ്ട് ഒരു മെച്ചം ഗുണ്ടകൾ ഓടി ഒളിക്കുന്ന. കാരണം ഞാൻ തിരുവനന്തപുരം സിറ്റിയിലെ 16 പോലീസ് സ്റ്റേഷനിലെ SHO ആയിരുന്നു. സബ് ഇൻസ്പെക്ടറായിട്ടും സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്ന് ചാർജ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ഗുണ്ടയെ പറ്റിയാണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അവർ അവിടെ നിന്നൊക്കെ ഓടി ഒളിച്ചുകളയും. അപ്പം ഈ ഒരു ഈ പരിഷ്കാരത്തിന് അതുകൊണ്ട് ചെറുപ്പക്കാരായ SIമാർ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കണം. കാരണം അവന്മാരെ ഗുണ്ടകളെ കൈകാര്യം ചെയ്യാൻ അവർക്കേ പറ്റുള്ളൂ. കുറച്ച് പ്രായമുള്ള ഒരു 8-10 വർഷം സർവീസുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടർ വന്നിരുന്നാൽ അത്ര എഫക്റ്റ് ഉണ്ടാവില്ല. ചിലപ്പോൾ അതിക്രമമൊക്കെ ഉണ്ടായെങ്കിലും ലോ ആൻഡ് ഓർഡർ ആ ഏരിയയിൽ കൃത്യമായിരിക്കും. അതുകൊണ്ടാണ് ഈ സബ് ഇൻസ്പെക്ടർ വേണമെന്ന് ഞാൻ തുടക്കം മുതലേ പറയുന്നത്. ഞങ്ങളുമൊക്കെ അങ്ങനെയാണ് പരിശീലിച്ച് വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പം വനിതാ സബ് ഇൻസ്പെക്ടർമാരും നല്ല കാര്യം തന്നെയായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം നല്ല ഇൻ്റലിജൻ്റാണ്. ഞാൻ അവരെ കുറച്ച് പേരെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടക്കുകയും അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ല ഇൻ്റലിജൻ്റാണ് പെൺകുട്ടികളെല്ലാവരും. അത് പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ആ ഇൻ്റലിജൻസ് ഉള്ള ആളാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പെട്ടെന്ന് പ്രതിവിധി കണ്ടെത്തും അവർ. അതുകൊണ്ട് അതിൽ സ്ത്രീകൾ കൂടുതലും പോലീസ് സ്റ്റേഷനിൽ വരുന്ന ധാരാളം സ്ത്രീകളുണ്ട്. അവരെയൊക്കെ പേഷ്യൻ്റോടെ കേൾക്കാനൊക്കെ തീർച്ചയായിട്ടും ഒരു സ്ത്രീ ഒരു SHO ആയിട്ട് വരുമ്പം നല്ല രീതിയിൽ അത് വരും. കാരണം മിക്കവാറും പോലീസ് സ്റ്റേഷൻ്റെ വർക്കുകൾ മുഴുവൻ 90% മേജർ കേസുകളൊക്കെ നമുക്ക് അറിയാം, പത്രത്തിലൊക്കെ എല്ലാവരും കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരു 90% പെറ്റീഷൻസാണ്, ചെറിയ ചെറിയ പെറ്റി മാറ്ററാണ്. കാരണം അതിർത്തി തർക്കം, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചു, തെറി വിളിച്ചു, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു സൊല്യൂഷനാണ് വേണ്ടത്. അപ്പോൾ അത് കൈകാര്യം ചെയ്യാനായിട്ട് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ മറ്റും വരും. കാരണം സബ് ഇൻസ്പെക്ടറെ പേടിയുണ്ടെങ്കിൽ അവിടെ കിടന്ന് തെറിയും ചെയ്തേം വിളിക്കുന്നവനൊക്കെ ഒന്ന് ഒതുങ്ങും സംഗതി. അതുകൊണ്ട് ഇനി പേടി പാടില്ലെന്നാണ് പറയുന്നത്. അല്ല, പേടി വേണം. പോലീസിന് പേടി, തീർച്ചയായിട്ടും പോലീസിനെ പേടി വേണം. അത് ഇങ്ങനെയല്ല, മര്യാദയുള്ളവരൊരു മര്യാദയും, അല്ലാതെ ക്രിമിനലായിട്ടുള്ളവർ ആ രീതിയിൽ തന്നെ പെരുമാറുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അതങ്ങനെ തന്നെ വരുള്ളൂ. കാരണം പോലീസ് സ്റ്റേഷനിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരായ SHOമാർ ആര് എന്ത് പറഞ്ഞാലും ശരി, ആ പറഞ്ഞ ആൾക്കാർ അവിടെ വന്നിരുന്നാലും ശരി, ഈ ക്രിമിനൽസിൻ്റെ അടുത്ത് അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അവരെ ടെററൈസ് ചെയ്യാതെ പറ്റത്തില്ല. അല്ലാതെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും, ഞാൻ എല്ലാ സംസ്ഥാനങ്ങളിലും മിക്കവാറും പോയിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. ബോംബെ അതോ ലോകത്തിൻ്റെ കേസൊക്കെ ഞാൻ അത് ഭയം വേണം പോലീസിനെ. കാരണം കുറ്റം ചെയ്തൊരു ഭയപ്പെട്ടാൽ മതി. ആർക്ക് വേണമെങ്കിലും എപ്പോഴും പോലീസ് സ്റ്റേഷനിൽ വരട്ടെ, ഞങ്ങളൊക്കെ വെൽക്കം ചെയ്യുമായിരുന്നു, വന്നിരിക്കട്ടെ, അതിനൊന്നും തടസ്സമില്ല. ഏതായാലും മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പ്രസ്താവന ഞാൻ ഇപ്പം അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നല്ല കാര്യങ്ങളാണ്. കാരണം SHOമാരായിട്ട് സബ് ഇൻസ്പെക്ടർമാർ വന്നത് നല്ല കാര്യമായിട്ട്, അതുപോലെ പെൺകുട്ടികളെയും കൊണ്ടുവന്നത് നല്ല കാര്യം തന്നെയാണ്. അത് ഇവിടെ മറ്റൊരു വിമർശനം പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് ഈ പുതുതായി ചുമതലയെടുക്കുന്ന SIമാർക്ക് ഒരു സ്റ്റേഷൻ ഭരിക്കുന്ന രീതിയിലുള്ള ഒരു പരിചയം അല്ലെങ്കിൽ ആ ഒരു പരിചയക്കുറവ് പല കേസുകളെയും പ്രതികൂലമായി ബാധിക്കില്ല എന്നുള്ളതാണ്. ഇല്ല, അത് ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പോലീസിൻ്റെ ആ ട്രെയിനിങ് സിസ്റ്റത്തിനകത്ത് ആ സിസ്റ്റം ഇന്നും അവിടെ ഉണ്ട്. അതിനൊന്നും ആരും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല. ഞാൻ പോലീസുകാർക്കാണെങ്കിൽ 1 വർഷത്തെ ട്രെയിനിങ്, ഫിസിക്കൽ ട്രെയിനിങ്ങേ ഉള്ളൂ. പിന്നീട് അവർ SAP, KAP, MSP അവിടെ നിന്നൊക്കെ ആംഡ് പോലീസിൽ വന്നിട്ട് അവിടെ നിന്നാണ് പോലീസ് സ്റ്റേഷൻ വരുന്നത്. അവർക്കൊരു കൃത്യമായ ബേസിക് ഇത് ട്രെയിനിങ് കൊടുക്കുന്നതല്ലാതെ പോലീസ് സ്റ്റേഷൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി ഒരു ക്ലാസ്സോ ഒരു കൃത്യമായ ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ വരുന്നവർ വളരെ മോശമായി പെരുമാറി എന്നൊക്കെ പറഞ്ഞ് ധാരാളം കംപ്ലയിൻറ്റ് വരുന്നത്. എന്നാൽ SHOമാർ അങ്ങനെയല്ല. 1 വർഷത്തെ അവരുടെ ട്രെയിനിങ്ങും അവരുടെ തിയറിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 വർഷം അവർ പോലീസ് സ്റ്റേഷനിൽ RDO ഓഫീസ്, കോടതി, ഇവിടങ്ങൾക്ക് പരിശീലനമുണ്ട്. കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കും. പക്ഷേ അതില്ലാതെ പലരും ഉഴപ്പി മേലുദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെയൊക്കെ സ്വാധീനിച്ച് അയാൾ അതിനൊക്കെ പോകാതിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ 2 വർഷത്തെ ബേസിക് ട്രെയിനിങ് ആണ് SHOമാർക്ക്. അത് ധാരാളം മതി. ഞങ്ങളൊക്കെ അങ്ങനെയല്ല വന്നത്. പോലീസ് സ്റ്റേഷനിൽ അത് തന്നെയല്ല, ഓരോ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഈ ട്രെയിനിങ് സമയത്ത് 3 മാസം അവിടെ പോയിരുന്നിട്ട് കംപ്ലീറ്റ് പോലീസ് സ്റ്റേഷൻ റെക്കോർഡും അതിൻ്റെ പ്രവർത്തനങ്ങൾ പഠിക്കുകയാണ്. പക്ഷെ പഠിക്കാതെ ഇരുന്നിട്ട് ഇപ്പോഴത്തെ തലമുറയിലെ ആൾക്കാരൊക്കെ സ്വഭാവമൊക്കെ മാറിയോ അല്ലെ വെള്ളമൊക്കെ അടിച്ചൊക്കെ ഇരുന്നിട്ട് അങ്ങനെയല്ല, കമ്മിറ്റഡ് ആയിരിക്കണം പോലീസ് ഉദ്യോഗസ്ഥന്മാർ കംപ്ലീറ്റ്. അപ്പോൾ ആ രീതിയിലാണ് ഞങ്ങളൊക്കെ വളർന്നു വന്നത്. ഇപ്പോഴും അങ്ങനെ ചെയ്യുന്ന പോലീസ് സ്റ്റേഷൻ ധാരാളമുണ്ട്.